നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ദിവസമാണ് ജൂൺ 1. കാരണം നമ്മളെല്ലാവരും ആ ജൂൺ 1 കടന്നു പോയിട്ടുള്ളവരാണ്. പ്രവേശനോത്സവം അതായത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസമാണത്. 1-ാം ക്ലാസ് തൊട്ട് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ അത് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട് ആ ദിവസം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ നല്ലപോലെ ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ്സിൽ ചേരാൻ പോയ ദിവസത്തിൻ്റെ ഓർമ്മകൾ കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. ഇന്നലെ തന്നെ ഒരു പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുരളീധരൻ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ എം.എൽ.എ കൂടാണ്. അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരു ട്രൈബൽ സ്കൂളാണ്. അവിടെ പോയിട്ട് അദ്ദേഹം കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ആ സമ്മാനം കൊടുക്കുന്ന രീതി നോക്കിയാൽ നമ്മൾ അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതൊരു മാതൃകയാണ്. കാരണം അങ്ങൊരു ജനപ്രതിനിധിയാണ്. ചിലപ്പോൾ അങ്ങ് ഉദ്ദേശിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മാനസികമായിട്ട് അറിയത്തില്ല. പക്ഷേ അങ്ങ് ഇട്ടിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. കാരണം കുഞ്ഞിന് കൈകൊണ്ട് തന്നെ എടുത്ത് കൊടുക്കുന്നതും ഈ പട്ടിക്ക് പെഡിഗ്രി ഇട്ട് കൊടുക്കുന്ന രീതി തമ്മിലുള്ള വ്യത്യാസം അങ്ങേക്ക് മനസ്സിലാകുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അങ്ങ് എന്താണ് സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം നമ്മൾ കണ്ടില്ല, വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് നമ്മളിങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പെഡിഗ്രി എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കാറുണ്ട്. ഡോഗ് ഫുഡ്. അങ്ങേക്ക് അതിനകത്ത് നിന്ന് ഒരു പാക്കറ്റിൽ നിന്ന് എടുത്ത് ഒരു മിഠായി എടുത്ത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്താണ് സംഭവിക്കാൻ പോണത്? ഇതിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാത്രം അവിടെ നിന്ന് കൈയടിക്കുന്ന ആൾക്കാരെ കണ്ട് കൈയടിക്കുന്നു. ഇത് കൈയടിക്കാനുള്ള മാർഗ്ഗമാണ്. അത് ആർക്കും ഒന്ന് ജസ്റ്റ് തെറ്റായിട്ടൊന്ന് അത് പറഞ്ഞു കൊടുത്തൂടെ? അങ്ങനല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾ നമ്മുടെ ഭാവി തലമുറകളാണ്. അങ്ങനെ കൊടുക്കരുതെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തൂടെ ആർക്കെങ്കിലും? കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലേ? കാരണം ഇന്ത്യ ഭരിക്കുന്നതും ഇപ്പോൾ എം.എൽ.എ സ്ഥാനം വഹിക്കുന്നതായിട്ടുള്ള അദ്ദേഹം ചെയ്ത് തെറ്റാണെങ്കിൽ പോലും ഇത് പറയാൻ പാടില്ലല്ലോ. ശരിക്കും നമ്മുടെ നാട്ടിലതാണ് പ്രശ്നം. നമ്മൾ വിമർശിക്കാൻ പാടില്ല ആരെയും. വിമർശിച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരാണ്. കാരണം വിമർശനം എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വിമർശനം എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയല്ല. അവരെ തിരുത്താനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. എന്തായാലും അങ്ങ് തെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് മേലുള്ളൊരു അത് അങ്ങ് ശരിയായിട്ടോ തെറ്റായിട്ടോ ഉദ്ദേശിച്ച് ചെയ്തതല്ലെങ്കിൽ പോലും അങ്ങ് ചെയ്ത പ്രവൃത്തി തെറ്റാണ്. കാരണം അത് തിരുത്താനുള്ള മാർഗ്ഗം അങ്ങ് ചെയ്യണം.